ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു കാര്യം പറയാനുണ്ട്. പുതിയ അപ്ഡേറ്റ്സ് മാത്രമല്ല, ഇങ്ങനത്തെ ചില കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ സംഭവം ഞാൻ എന്റെ ചാനലിൽ കുറെ മാസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് അത് ചെയ്യുമ്പോൾ എനിക്ക് ഇതിലുള്ള ആൾക്കാർ, അതായത് ഇതിന്റെ റൈറ്റർ ആരായിരുന്നു, ഡയറക്ടർ ആരായിരുന്നു എന്നൊന്നും ഒരു ഒരു പിക്ചർ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് കിട്ടിയപ്പോൾ അതും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. കാരണം നമ്മൾ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇത് ഞാൻ പറയുന്നത് വേറെ ഒന്നും കുറിച്ചല്ല. നമ്മുടെ 96 പറഞ്ഞ മൂവി, വിജയ് സേതുപതി തൃശ്ശൂർ അഭിനയിച്ച തമിഴിലെ 96 എന്ന് പറഞ്ഞ മൂവി, എനിക്ക് തോന്നുന്നു മലയാളത്തിലും എല്ലാ ലാംഗ്വേജിലും ഭയങ്കര ഹിറ്റായ സിനിമയാണ്. ഇന്ത്യ മുഴുവൻ ഹിറ്റായിട്ട് നെഞ്ചോട് നമ്മൾ ചേർത്ത് വെച്ചൊരു മൂവിയായിരുന്നു അത്. ഓക്കെ. എന്നാൽ കുറെ മുമ്പ് തന്നെ ആ ഒരു സിനിമ, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സിനിമ നമ്മുടെ ലാലേട്ടനും വിദ്യാബാലനും അഭിനയിച്ചിട്ട് മലയാളത്തിൽ ഇറങ്ങാൻ ഇരിക്കേണ്ടതായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഞാനിത് കുറെ മാസങ്ങൾ മുമ്പേ ഇത് ഒരു ഇന്റർവ്യൂവിൽ അതിന്റെ പ്രൊഡ്യൂസർ പറയാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇതേ സെയിം പ്ലോട്ടിലുള്ള സിനിമ ഷൂട്ട് ചെയ്യാൻ ലാലേട്ടൻ നായകനും വിദ്യാബാലൻ നായികയായിട്ട് നമ്മൾ മലയാളത്തിൽ സംഭവിക്കായിരുന്നതാണ്. അപ്പൊ തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്. നമുക്ക് കാരണം ലാലേട്ടന്റെ, ഞാൻ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നമ്മുടെ പഴയ ലാലേട്ടൻ എന്ന് പറയുന്ന പോലത്തെ, അതായത് ഈ ഏജിലുള്ള അദ്ദേഹത്തിന്റെ ആ റൊമാൻസും കാര്യങ്ങളും, അതായത് ആ ഒരു സബ്ജക്റ്റിൽ ഒരു സിനിമ കാണുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹം. സോ അന്ന് അത് കേട്ടപ്പോൾ വിചാരിച്ചു, ഓക്കെ, അങ്ങനെ ഒരു സിനിമ നടന്നില്ലല്ലോ. കാരണം നിങ്ങൾ ചിന്തിച്ചു പോകണം, 90s പോലെ തന്നെ സെയിം സ്റ്റോറി തന്നെ അവർ പറഞ്ഞത്. അതായത് 90s പോലെ തന്നെയുള്ള സിനിമ. കാരണം അതുകൊണ്ടാണ് മലയാളത്തിലെ സിനിമ സംഭവിക്കാതിരുന്നത്. അപ്പൊ ഇന്നാണ് നമ്മുടെ അർച്ചന കവി, നിങ്ങൾക്ക് അർച്ചന കവിനെ എല്ലാവർക്കും അറിയാം, അനുരാഗ വിലോചനായ നമ്മളെ ഈ നീലത്താമരയിൽ അഭിനയിച്ച, ഇപ്പം റീസെന്റ് ടോവിനോയുടെ സിനിമയിലൊക്കെ ഉള്ള അർച്ചന കവി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്യാനിരുന്ന മൂവി ആയിരുന്നു അതെന്ന്. അതായത് ലാലേട്ടൻ ഓൾറെഡി ഓക്കെ പറഞ്ഞ് ഷൂട്ട് തുടങ്ങാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആണ് 90s എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയിട്ടുള്ളത്. അർച്ചന കവി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ആദ്യം. ഞാൻ 96 കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല. Because of this. Because of this, in the sense, I think I should watch it. Maybe I can save my script. Because initially I'm very upset. Because third draft of script last the subject is Ashik Kapoor was directing it. So for a writer, it's the best first opening അല്ലേ? പഴയ ലാലേട്ടന്റെ റൊമാൻറ്റിക് സൈഡ് ഇല്ലേ? wanted to bring that side of his. I wanted Vidya Balan to play the opposite. In fact, months before shoot തുടങ്ങുന്നതിന്റെ മുമ്പാണ് 96 റിലീസ് ആയിട്ട് we just last minute drop. എനിക്ക് ഭയങ്കര ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു മൂവി ഇതാണ് കേട്ടോ. ഇപ്പം അടുത്ത് കേട്ടതിലൊക്കെ. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കും, ലാലേട്ടനും വിദ്യാബാലനും ആ ഒരു, അതായത് 90s നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട മൂവിയാണ്. ആ ഒരു സെയിം കൺസെപ്റ്റിലേക്ക് ലാലേട്ടൻ വരുമ്പോൾ കൂടെ വിദ്യാബാലൻ, ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്യാം. കാരണം മായാനദിക്ക് എന്റെ ഫേവറേറ്റ് മൂവിയാണ് മായാനദിയൊക്കെ. സോ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഒരു മൂവി വന്നിരുന്നെങ്കിൽ. കാരണം അച്ഛനൊക്കെ പറയുന്നത് തേർഡ് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് ഫിനിഷായി, ലാലേട്ടൻ സബ്ജക്ട് ഇഷ്ടമായി, അത് നടക്കുന്നതിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 90s ഇറങ്ങി. ആ ഒരൊറ്റ റീസൺ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം മൂവി. സോ അത്ര സിമിലർ ആയിരിക്കും. സോ അങ്ങനെ ഒരു കഥയിൽ ലാലേട്ടൻ വരുമ്പോ, റിയലി മിസ്ഡ് ഇറ്റ്. എനിക്ക് അങ്ങനെ അത് പറയാൻ തോന്നുന്നത്. കാരണം വിദ്യാബാലനും ലാലേട്ടനും, കാരണം ലാലേട്ടന്റെ ആ ഒരു ഏരിയ, ഇപ്പൊ അർച്ചനക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മളെ പണ്ട് ആ ഒരു റൊമാൻസിൽ ഒരാൾക്കും വെല്ലാൻ പറ്റാത്ത ആ ഒരാളാണ് ലാലേട്ടൻ, നമുക്ക് അറിയുന്ന കാര്യം. സോ അത് ഭയങ്കര മിസ്സായി പോയി സത്യം പറഞ്ഞാൽ. സോ ഈ ഒരു മിസ്സിങ്, നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങളായിരുന്നു ഷെയർ ചെയ്താണ്. ഇത് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, നമ്മൾ അറിയാതെ പോയ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ചാനലിൽ ഷെയർ ചെയ്യുന്നതുമാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം.